പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദുബായിൽ നൂറുകണക്കിന് ഡെവലപ്പേഴ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റിൽ വ്യത്യസ്ത പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന നൂറുകണക്കിന് ഡെവലപ്പേഴ്സ് ഇന്ന് ദുബായിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററായിട്ട് കടന്നു വരുമ്പോൾ ഏത് ഡെവലപ്പറെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മികച്ച ഡെവലപ്പറെ ചൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു ഡെവലപ്പറെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വിവിധ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളുമാണ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ദുബായിൽ നൂറുകണക്കിന് ഡെവലപ്പേഴ്സാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ വ്യത്യസ്ത ഡെവലപ്പേഴ്സിൻ്റെ വ്യത്യസ്ത പ്രൊജക്റ്റുകളുടെ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ഡെവലപ്പറിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യും? ആ ഡെവലപ്പർ ടെസ്റ്റബിൾ ആണോ? അവർക്ക് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ? ഇതൊന്നും അറിയാതെ മൊത്തത്തിൽ കസ്റ്റമേഴ്സ് കൺഫ്യൂഷനിലാണ്. പല കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്ക്. ആ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനും പ്രൈസും മാത്രമല്ല നോക്കേണ്ടത്. എപ്പോഴും ആ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പറെ കൂടി നമ്മൾ നോക്കണം. കാരണം ആ ഡെവലപ്പറുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, ആ ഡെവലപ്പറിൻ്റെ ഒരു ട്രസ്റ്റ്, അവരുടെ ഒരു കറക്റ്റ് ഡേറ്റിലുള്ള ഇനു മുമ്പുള്ള പ്രൊജക്റ്റുകളുടെ ഹാൻഡ് ഓവർ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ഡെവലപ്പറിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഡെവലപ്പറിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. ഈ ഡെവലപ്പർ ഇതിനു മുമ്പ് എത്ര പ്രൊജക്റ്റുകൾ ദുബായിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഡെവലപ്പർ ഈ പറഞ്ഞ പ്രീവിയസ് പ്രൊജക്റ്റുകളൊക്കെ പറഞ്ഞ ടൈമിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ആ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ അതിലുള്ള അമ്യൂണിറ്റീസും നിലവിലുള്ള അവരുടെ സൗകര്യങ്ങളും എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കാം. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ തന്നെ ഏകദേശം ആ ഒരു ഡെവലപ്പറിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡെവലപ്പറെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ട്രാക്ക് റെക്കോർഡാണ് നാം ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു ഡെവലപ്പറെ കുറിച്ച് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും അവരുടെ ഒരു റെപ്യൂട്ടേഷനുമാണ്. ഈ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്ത് അവർക്കൊരു ഇനഫ് ഫണ്ട് ബാക്കപ്പ് ഒക്കെ ഉള്ള ഒരു നല്ല ഡെവലപ്പറാണോ, അവർക്ക് ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ടോ, ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണോ, അങ്ങനെ അത്തരം അവരൊരു മാർക്കറ്റിൽ ദുബായിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സുകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള റെക്കഗ്നൈസേഷൻസുകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രത്യേക ഇതിൽ ഇന്ന റാങ്കിൽ ഫസ്റ്റിലാണ് സെക്കൻഡിലാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക റാങ്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ദുബായിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രൂവലോട് കൂടിയാണ് ദുബായ് റെഗുലേഷൻ, റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റിയുടെ അപ്രൂവലോട് കൂടിയാണ് ഇവിടെ ഓരോ പ്രൊജക്റ്റുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എസ്കോ അക്കൗണ്ട് ഓരോ ഡെവലപ്പർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എസ്കോ അക്കൗണ്ടിലൂടെ നിങ്ങൾ ഫണ്ട് അയക്കുന്നതിലൂടെ നിങ്ങളുടെ പണം തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായിട്ടാണ് ഡെവലപ്പർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൺട്രോൾ സിസ്റ്റമാണ്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ്. അതുണ്ടോ നോക്കാം. അതുപോലെ തന്നെ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള അതിനൊരു പ്രൊജക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. ആ സൈറ്റ് നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യാം, തെറ്റില്ല. അല്ലെങ്കിൽ ആ സൈറ്റ് നിങ്ങൾക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയറാക്കി ക്ലിയർ ചെയ്യാം. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ലീഗൽ കാര്യങ്ങളും എല്ലാം ക്ലിയറാണ് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക, അത് നല്ലൊരു കാര്യമാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഡെവലപ്പറിൻ്റെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഡെവലപ്പറിൻ്റെ ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസുമാണ്. അവരുടെ ഒരു പേയ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് നോക്കാം,
ഡ്യൂറിങ് ദി ഓഫ് പ്ലാൻ പ്രൊജക്റ്റുകളാണ് ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ് പേ ചെയ്യേണ്ടത്, ആഫ്റ്റർ കൺസ്ട്രക്ഷൻ കീ കിട്ടിയുമ്പോൾ എത്രയാണ് പേയ്മെൻറ്റ് ആണെങ്കിൽ അതെല്ലാം പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെൻറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ അതിന് ശേഷമുള്ളവരുടെ സർവീസും സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ്, അതിന് എത്രയാണ് ചാർജ് ഈടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സുകളും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ആ ഡെവലപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഏതൊരു ഡെവലപ്പർക്കും അവർ കൊടുക്കുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ ആഫ്റ്റർ സെയിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അത്തരം ക്ലാരിറ്റികൾ ഈ ഡെവലപ്പേഴ്സിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും തികച്ചും നല്ലൊരു കാര്യം തന്നെയാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്പേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് ആദ്യം നിങ്ങളൊന്ന് മാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലക്ഷറി ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനെ നോക്കാം. ഇനി അതല്ല നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷൻസുകൾ വരുന്ന മികച്ച ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനെ നോക്കുക. ഇനി ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂ ഒക്കെ ഉദ്ദേശിക്കുന്ന ഉള്ളൊരു കൈൻഡ് ഓഫ് പ്രൊജക്റ്റുകളൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പ്രൊജക്റ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡെവലപ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ, അത്തരത്തിലുള്ള മാച്ച് ആവുന്ന രീതിയിലുള്ള ഡെവലപ്പേഴ്സിനെയും ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഒരു ഡെവലപ്പറെ ചൂസ് ചെയ്യുക എന്നുള്ളത്, മികച്ചൊരു ഡെവലപ്പറെ ചൂസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വ്യത്യസ്ത ഡെവലപ്പേഴ്സിന് വ്യത്യസ്ത ട്രാക്ക് റെക്കോർഡുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്പറിൻ്റെ അടുത്ത് ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ ഡെവലപ്പറെക്കുറിച്ച് ഒന്ന് പഠിക്കുകയും ആ ഡെവലപ്പറിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പഠിക്കുകയും അവരുടെ ഹിസ്റ്ററി ഒന്ന് പഠിക്കുകയും അവരുടെ പ്രൊജക്റ്റുകൾ കംപ്ലീഷനെ കുറിച്ച് പഠിക്കുകയും അവർ ചെയ്ത പ്രൊജക്റ്റുകളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു ഡെവലപ്പറിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സമ്പത്ത് എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറിൻ്റെ കൂടെ ആയിരുന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു ശാന്തിയും സമാധാനവും നൽകും. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ്, എത്തരത്തിലാണ് ഒരു മികച്ച ഡെവലപ്പറെ ചൂസ് ചെയ്യുന്നത് എന്നതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായി തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള മികച്ചൊരു ഡെവലപ്പറെയും ആ ഡെവലപ്പറിൻ്റെ മികച്ച പ്രൊജക്റ്റുകളെയും സെലക്ട് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.